മ്യൂട്ടാണ്. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാവോ? എന്നെ കേൾക്കാവോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ്, കേൾക്കുന്നുണ്ടല്ലോ. താങ്ക് യു. ഗുഡ് ഈവനിങ് മാം. കേൾക്കാം അല്ലേ? താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും? ആരെയും കാണുന്നില്ലല്ലോ. കുറച്ച് പേരൊക്കെ ഒന്ന് ക്യാമറയിൽ വരൂ. ബിസിയാണോ? എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആണോ? ഫൈൻ, ഓക്കെ, താങ്ക് യു. നിങ്ങൾ ചാറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ ആയിട്ട് നിങ്ങളെ റെസ്പോൺസ് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് ആളുകളെങ്കിലും ഒന്ന് ക്യാമറയിൽ വരികയാണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് ഇതിൽ കാണുന്നുണ്ട്, ഫെമിലിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരൊന്ന് കാണും കൂടി ചെയ്യുമ്പോൾ താങ്ക് യു ബിന്ദു മാം, ഗുഡ് ഈവനിങ്. താങ്ക് യു. ഒരു സെക്കൻഡ്. ഓക്കെ, താങ്ക് യു ജലീൽ സർ. പിന്നെ ആരാണ്? ഒരുപാട് പേരുണ്ട്, ഞാൻ അറിയുന്ന ആളുകളുണ്ട്, പേഴ്സണൽ നമ്മൾ അറിയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്? ഞാൻ തന്നെ പറയാം, മാസ്റ്റർ ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് അല്ലേ? ഈ ടോപ്പിക്കിന്റെ ടൈറ്റിൽ കണ്ടിരുന്നോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? മാസ്റ്റർ ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട, എനിക്ക് ക്ലാസ് മാത്രം മതി. അങ്ങനെയാണോ? വേറെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, മാം ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. അങ്ങനെയാണോ? എനിവേ, താങ്ക് യു. അപ്പോൾ ഇതിൽ എത്ര പേര് എല്ലാം വേണം? താങ്ക് യു. അപ്പോൾ ഇതിൽ എത്ര പേര് സിൻസിയർ ആയിട്ട് ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് എന്താണെന്ന് അറിയണം? അല്ലെങ്കിൽ എനിക്കും ഒരു പബ്ലിക് സ്പീക്കർ ആവാന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ മേലെ അല്ലെങ്കിൽ മുന്നിൽ ഒരു വേദിയിൽ കയറി ഇരുന്ന് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്ന് അറിയണം, എനിക്കും ആ സ്കില്ലൊന്ന് നേടിയെടുക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി വന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. എനിക്ക് ആ സ്കില്ലൊന്ന് പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് അറിയണം അതെങ്ങനെയാണ് ഇത്. അഫ്സീറ മീ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാണ്? യെസ്. പിന്നെ ആരൊക്കെയാണ്? ഈ ഒരു സ്കില്ല് അറിയണം, എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് അറിയണം, എനിക്ക് ഈ ഒരു സ്കില്ലൊന്ന് പഠിക്കണം, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. ഐഫോൺ എനിക്ക് അറിയണം എന്ന് പറയുന്നുണ്ട്. ABS, ഇതൊക്കെ നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഐഫോൺ എന്ന് പറയുന്ന ആള്, അതേപോലെ ABS A22 നുസ്രത്ത് മാം, ഇവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ അറിയണം. വേറെ ആർക്കും ആഗ്രഹമില്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. ആർക്കൊക്കെ ഈ ഒരു സ്കില്ല് അറിയണം? പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്താണ്, എങ്ങനെയാണിത് മാസ്റ്റർ ചെയ്യുക? ഇതിൽ മാസ്റ്റർ ആവണമെങ്കിൽ എന്തെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം? ടു ബിക്കം ദ മാസ്റ്റേഴ്സ് നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? ഹസീന, ഓക്കെ, ഐഫോൺ ഹസീന അല്ലേ? ഹസീന, താങ്ക് യു ഹസീന മാം. ജാസ്മിൻ, താങ്ക് യു ജാസ്മിൻ. സോഫിയ മാം, താങ്ക് യു. പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പേരാണോ ഉള്ളത്? ഇതിൽ ഇനി ഉണ്ടല്ലോ കുറെ ആളുകൾ. ആ, സുലൈൽ, എബി എന്ന് പറഞ്ഞ സുലൈൽ, ഓക്കെ. ഇതിൽ ട്രെയിനേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിങ് എടുക്കുന്നവര്, സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നവര്, വെബിനാർ എടുക്കുന്നവര്, ട്രെയിനിങ് എടുക്കുന്നവര്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെഷൻസ് ഒക്കെ എടുക്കുന്നവര്, ട്രെയിനിങ് ഒക്കെ എടുക്കുന്നവര്, ഓൾറെഡി സ്പീക്കേഴ്സ് ആയിട്ടുള്ളവര്. ജാസ്മിൻ ട്രെയിനറാണ്, ഓക്കെ. ദെൻ വേറെ ആരാണ്? അല്ലെങ്കിൽ ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ സെഷൻസ് ഒന്നും എടുക്കാറില്ല, സെഷൻസ് ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് ചോദിച്ച് നിങ്ങൾ എങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. സോ ഹൗ ടു ബിക്കം, അല്ലെങ്കിൽ ഹൗ ടു മാസ്റ്റർ ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് അല്ലെ? ഹൗ ടു മാസ്റ്റർ ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം പബ്ലിക് സ്പീക്കിംഗ് എന്താന്ന് അറിയണ്ട, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ഇപ്പൊ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞില്ല, കുറെ ആളിവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയണം, എനിക്കിത് പഠിക്കണം, എനിക്ക് ഈ ഒരു സ്കില്ല് നേടണം. അപ്പൊ അതിന്റെ ഒരു പർപ്പസ് ആയിട്ട് എന്തിനു വേണ്ടിയാണ് ഈ സ്കില്ല് നിങ്ങൾ നേടിയെടുക്കുന്നത്? എന്തെങ്കിലും ഒരു പർപ്പസ്, ഇന്ന ആവശ്യത്തിനാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കാനാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ ഒരു സംസാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയറിൽ ഒന്നുകൂടെ എനിക്കൊരു കുറച്ചുകൂടെ ഒന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഒരു ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ ശരിക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും എനിക്ക് ഇന്നതിന് വേണ്ടിയാണ് എനിക്ക് ഒരു സ്കില്ല് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന
അഫ്സീറ ട്രെയിനിങ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഗ്രേറ്റ്. ക്ലിയർ പേർപ്പസ് ആണ്. അഫ്സീറ മാമിന്റെ പേർപ്പസ് ക്ലിയർ ആണ്. എനിക്ക് ഇന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇത് ആവശ്യമുള്ളൊരു സ്കിൽ തന്നെയാണ് അല്ലേ? ഇപ്പൊ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ശരിക്കും ജാസ്മിൻ മാം ശരിക്കും ഒരു ട്രെയിനറിന്റെ സെഷൻസ് ഒക്കെ എടുക്കുന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചു, ട്രെയിനർ എന്ന് പറഞ്ഞാൽ ആ ട്രെയിനറിന്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ എന്തിനാണ് ഒരാൾ ട്രെയിനറായി മാറുന്നത്? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ജാസ്മിനാണ് ഞാനിപ്പോ കാണുന്നത് കേട്ടോ, പിന്നെ സെഷൻസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിക്കുകയാണേ. എന്താണ് മാം? അല്ലെ ഒരു ഇപ്പൊ ഇവിടെ അഫ്സീറ മാം പറഞ്ഞു എനിക്കൊരു ട്രെയിനിങ് സെഷൻ ഇതിലേക്ക് വരാൻ വേണ്ടിയാണ്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഒരു ട്രെയിനർ ആവാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഈ ഒരു സ്കില്ല് പഠിച്ച് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ട്രെയിനർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രെയിനർ ആവാന്നുള്ള പർപ്പസ് എന്താണ്? ട്രെയിനർ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് പരിശീലനം കൊടുക്കുക. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇപ്പൊ പബ്ലിക് സ്പീക്കിങ്ങിലാണെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിന്റെ മാത്രം ട്രെയിനർ. ഇപ്പൊ ടീച്ചിങ് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണെങ്കിൽ ആ ഏരിയയിലായിരിക്കും. അപ്പോ അങ്ങനെ ഓരോരോ പർട്ടിക്കുലർ ഏരിയാസിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. അപ്പോ ഇനി എന്തെങ്കിലും പറയാൻ? പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അതായത് നമ്മളുടെ ട്രെയിനിങ് കഴിയുമ്പോൾ അവരിൽ ഒരു ചേഞ്ച് വരണം, ട്രാൻസ്ഫോർമേഷൻ വരണം. നമ്മൾ എടുക്കുന്ന വിഷയത്തിൽ അവരെ നേരത്തെ ഉള്ളതിൽ നിന്നും പുതിയതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതിന് എപ്പോഴാ നമുക്ക് പറ്റുക? ഒരു ട്രെയിനർക്ക് അത് എപ്പോഴാ പറ്റുക അനിൽ സർ? എന്നാണോ ട്രെയിനിങ് എടുക്കുന്നത് അതിനുശേഷം. എപ്പോഴാണോ നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത് ആ സമയത്ത് നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? താങ്ക് യു. അപ്പൊ ജാസ്മിൻ മാം ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിൽ ഇനി അത് ടീച്ചിങ് ആണെങ്കിൽ അതില് നമ്മൾ ഒരാൾക്ക് പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ അനിൽ സാർ പറഞ്ഞു ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ട്രെയിനീസിന് അല്ലെങ്കിൽ ആ ഓഡിയൻസിന് ഒരു ഇമ്പാക്റ്റ് അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റണം? ഈ ട്രെയിനർക്ക് പറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ട്രെയിനിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ എന്ത് ഏരിയയിലാണോ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് അത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അവരൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കുക, ഒരു ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് വേർഡ് ഈസ് കറക്റ്റ് അല്ലേ? ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഏരിയ ഏതോ ആയിക്കൊള്ളട്ടെ, ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, ബിസിനസ് ട്രെയിനിങ് ആയിക്കോട്ടെ, മൈൻഡ് ട്രെയിനിങ് ആയിക്കോട്ടെ, ഇനി വേറെ എന്തും ആയിക്കോട്ടെ, കരിയർ ട്രെയിനിങ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ആവശ്യമുള്ള, ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി സ്കിൽ എന്താണ്? ഏറ്റവും അത്യാവശ്യമുള്ള സ്കില്ല്, അതിനായി നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണം. ഓക്കെയാണ്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കിൽ എന്താണ്? ഒരുപാട് സ്കില്ലുകൾ വേണം ഒരു ട്രെയിനർ ആവണമെങ്കിൽ. സ്പീക്കിംഗ്, യെസ്, കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഒരു വ്യക്തിക്ക്, ഒരു ട്രെയിനർക്ക് മാത്രമല്ല കേട്ടോ, ഒരു വ്യക്തിക്ക് വേണ്ട അവരുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുത്തത്, ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ഞാൻ മാറിയിട്ടുള്ളത് അല്ലേ, എപ്പോഴാണോ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എസ്പെഷ്യലി നോട്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷിഫ്റ്റ് അല്ല, ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ, അത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്കായാലും ഞങ്ങളുടെ റെറ്റോറി എഡ്യു ഹബിന്റെ പാർട്ണർ ലൈലയ്ക്കായാലും അവർക്ക് പറ്റിയിട്ടുള്ളത് ഈ ഒരു സ്കില്ല്. അവിടെ ആദ്യം പബ്ലിക് സ്പീക്കിങ്ങിലായിരുന്നു ട്രെയിനിങ് കൊടുത്തത് എങ്കിൽ, ഇപ്പൊ ജാസ്മിൻ ഭായ് പറഞ്ഞ പോലെ ഏതിലാണോ പബ്ലിക് സ്പീക്കിംഗ് ആയിരുന്നു അന്ന് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ, ഈ ഒരു സ്കില്ല് എക്സ്പേർട്ട് ആയപ്പോഴാണ് എന്തൊക്കെ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടോ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമോ, അനിൽ സാർ പറഞ്ഞ പോലെ ഏതൊക്കെ തരത്തിൽ ആളുകളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുമോ അതിലേക്കൊരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിനൊരു ഒരു കീ സ്കിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആയിരുന്നു. അപ്പോൾ ദ വൺ ആൻഡ് ഓൺലി എസെൻഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്, ഒരുപാട് സ്കില്ലുകൾ വേണം കേട്ടോ, ഇത് മാത്രമല്ല, അതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനിൽ സാർ പറഞ്ഞ ഇമ്പാക്ട്, ടു ക്രിയേറ്റ് ദറ്റ് ഇമ്പാക്ട്, ആ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, ആളുകളെ സ്വാധീനിക്കാൻ, അവരെ ഇൻസ്പയർ ചെയ്യാൻ, അവരെ നോട്ട് ജസ്റ്റ് മോട്ടിവേഷൻ മാത്രമല്ല, ഇൻസ്പയർ ചെയ്യിക്കാൻ, അവർക്കൊരു ആക്ഷൻ എടുപ്പിക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ അതിലേക്ക് അവരെ നയിക്കാൻ, നമുക്ക് സ്വാധീനിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സ്കില്ലാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട
എസ്പെഷ്യലി ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അവരുടെ തന്നെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും തങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വേണ്ട ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ് 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 മാം, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ അതിലാണ് ആ ഒരു സ്കില്ലിൽ മാസ്റ്റർ ആവാനുള്ള കുറച്ചു കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 1 hour കൊണ്ട് ഇപ്പൊ ടു ബിക്കം ദ മാസ്റ്റേഴ്സ് അല്ലേ, അല്ലെങ്കിൽ മാസ്റ്റർ ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് 1 മണിക്കൂർ കൊണ്ട് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇസ് ഇറ്റ് പോസിബിൾ? നടക്കുമോ? 1 മണിക്കൂർ കൊണ്ട് മാസ്റ്റേഴ്സ് ആകാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, പറ്റില്ല, തീർച്ചയായിട്ടും കഴിയില്ല. അതുകൊണ്ട് എന്നാലും നമുക്ക് മാക്സിമം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാസ്റ്റർ ആവാൻ വേണ്ടി കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇന്നത്തെ സെഷൻ നമ്മൾ വച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വിശ്വാസത്തോടു കൂടി, ആ ട്രസ്റ്റോടു കൂടി എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടൊന്ന് മുന്നോട്ട് പോകാം. നിങ്ങൾ റെഡിയല്ലേ? റെഡി? പബ്ലിക് സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പബ്ലിക്കിലേക്ക് നമ്മുടെ ഫേസ് ഒക്കെ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ശരിയാണ്. അറ്റംപ്റ്റ്, ഒരു ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ഒരു അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് ഇന്ററാക്റ്റീവ് ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് Christina ma'am, good evening to you all. വെരി ഗുഡ് ഈവനിങ് ഖദീജ മാം. വെരി ഗുഡ് ഈവനിങ്. ഇപ്പൊ വരെ ഞാൻ ഇടയില് ചെറിയ ജോലിക്ക് പോയതില് മറന്നുപോയി, സോറി. ഇതാ കേറി. ഓക്കെ, കേറി ക്യാമറ ഓൺ ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോ നമ്മൾക്ക് ഏറ്റവും ആദ്യം നമ്മളൊരു സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു സെഷൻ എന്നൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്പീക്കർ അറിഞ്ഞിരിക്കേണ്ട ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് അല്ലെ, ഒന്നാമത്തെ നമ്പർ 1 ടിപ്പാണ് നോ യുവർ ഓഡിയൻസ് ആണ്. നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ അറിഞ്ഞിരിക്കണം. എന്ത് ഇമ്പാക്റ്റ് ആണോ അവരിൽ ഉണ്ടാക്കേണ്ടത്, എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണോ അവരിൽ ഉണ്ടാക്കുന്നത്, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ദേ നീഡ്, അവരുടെ നീഡ് എന്താണ്, അവരുടെ ആവശ്യം എന്താണ്. നമ്മൾ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊക്കെ പറയും അല്ലേ. എല്ലാ കാര്യവും എല്ലാ പാത്രത്തിലും കൊണ്ടിട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്കറിയാം, ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിക്കുമോ? എല്ലാ ഭക്ഷണവും കഴിക്കാത്ത ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വെറുതെ വിളമ്പി കൊടുത്തിട്ട് കാര്യമുണ്ടോ? വെജ് മാത്രം കഴിക്കുന്ന ഒരാളുടെ പ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് നോൺ വെജ് കുറെ കൊണ്ടുപോയി വിളമ്പി കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്, എല്ലാം വേസ്റ്റ് ആണ് അല്ലെ. ആ ഒരു പ്രൊഡക്റ്റ് എല്ലാം വേസ്റ്റ് ആണ്, അയാൾക്ക് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഒരു പബ്ലിക് സ്പീക്കർ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താങ്ക് യു കൗലൻ മാം, മക്കയിലാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഓഡിയൻസിനെ പാത്രം അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് പാത്രം അറിഞ്ഞിട്ട് വിദ്യ വിളമ്പണം എന്നുള്ളത്. അപ്പൊ അവരുടെ നീഡ് എന്താണ്, ആരാണ് എൻ്റെ മുന്നിലുള്ള ഓഡിയൻസ്, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ എനിക്ക് എന്തറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇവിടെ ചോദിച്ചത്, ഈ ഒരു ടോപ്പിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന ടോപ്പിക്, ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും നമ്മുടെ വെബിനാറിൽ വന്ന് കയറുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അത് ആദ്യം ഞാൻ ചോദിച്ചത്, ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. അപ്പൊ എൻ്റെ ഓഡിയൻസ് എന്താണ്? കറക്റ്റ് ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. എപ്പോഴും എ ഗ്രേറ്റ് സ്പീച്ച് സ്റ്റാർട്ട്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഹൂ യു ആർ സ്പീക്കിംഗ് ടു. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം ഏതൊരു സ്പീച്ചും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് കൗലത്ത് മാം പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാനുണ്ടോ കൗലത്ത് മാം? ഡയറക്റ്റ് മെസ്സേജ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞോളൂ. അസ്സലാമലൈക്കും. പറഞ്ഞോളൂ. ഞാൻ അൽഹംദുലില്ലാ മക്കയിലാണ് ഉള്ളത്. പക്ഷെ ഞാൻ ആക്ച്വലി പബ്ലിക് സ്പീക്കിംഗ് നല്ലൊരു കാര്യം തന്നെയാണ്, അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതൊക്കെ. പക്ഷെ ഞാൻ ആ ഫീൽഡിലേക്കല്ല ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നിങ്ങളെ രണ്ടുപേരെയും സ്പീക്കിംഗ് സ്കില്ല് മാത്രല്ല, ആ ഒരു ഇമ്പാക്ട് മാഷാ അല്ലാ വെരി ഗുഡ് ആണ്. ആ ഒരു എപ്രിസിയേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വോയിസ് ഇട്ടത്. താങ്ക് യു സോ മച്ച്. ഒന്നും പറഞ്ഞിട്ടില്ല. പറയൂ. ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ എൻഡിലെ മാത്രമേ ഇത് പാടുള്ളൂ, ഫ്ലോ പോകും ക്ലാസ്സിന്റെ.
ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി അനിൽ സർ, മനസ്സിലായി. എന്തായാലും എനിവേ അവർക്ക് അവർ പെട്ടെന്ന് ലീവ് ചെയ്യുന്നു പറഞ്ഞു, മക്കത്താണ്. എന്തായാലും അവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് പറയുമ്പോൾ ഞാനത് ഒരു വെൽക്കം ചെയ്താണ്. അവർ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് മൈ പെർമിഷൻ ആണ്, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം അതേപോലെ അനിൽ സാർ പറഞ്ഞു, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതേപോലെ ഫീഡ്ബാക്ക് ഒക്കെ എൻഡിലേക്ക് വെച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ, എനിവേ താങ്ക് യു കൗലത് മാം. അപ്പോൾ ഏതൊരു സ്പീച്ചും ഞാൻ പറഞ്ഞല്ലോ, അണ്ടർസ്റ്റാൻഡിങ് ഹൂ യു ആർ സ്പീക്കിംഗ് ടു, നമ്മുടെ ഓഡിയൻസ് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഒരു നോളേജ് ലെവല്, അല്ലേ? അവരുടെ നോളേജ് ലെവൽ അറിഞ്ഞ് ഒരുപാട് എന്നേക്കാൾ കൂടുതൽ നോളേജ് ഉള്ളവരാണ് എന്നറിഞ്ഞ് ഞാൻ ബേജാറാവാൻ വേണ്ടിയിട്ടല്ല. എന്നാലും അവരൊരു നോളേജ് ലെവൽ എന്തായിരിക്കും, അതേപോലെ അവരൊരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ റെറ്റോറിയൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കൗലത് മാം പറഞ്ഞു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആവാറുണ്ട് ഞങ്ങളുടെ സെഷൻസ് എന്ന് പറഞ്ഞു, അല്ലേ? ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലാണെന്ന്. അപ്പൊ അത് അഗെയിൻ ഷീസ് എക്സ്പെക്ടിങ് ദാറ്റ്. അപ്പോൾ ഒരിക്കലും ഒരു പബ്ലിക് സ്പീക്കർ ആകാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഫീൽഡ് അതല്ല എങ്കിലും ബിക്കോസ് ഓഫ് ദ ഇമ്പാക്ട് യു ആർ ക്രിയേറ്റിംഗ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ യു ആർ എക്സ്പെക്ടിങ്. അപ്പോൾ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ ആണത്. അത് ആരറിഞ്ഞിരിക്കണം? അതൊരു സ്പീക്കർ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ആ മെസ്സേജ്, നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ കണ്ടന്റ് കാര്യങ്ങളൊക്കെ അവരുടെ നീഡിനനുസരിച്ചിട്ട് സ്ട്രക്ചേർഡ് ആയിരിക്കണം. അതാണ് ആ ഓഡിയൻസിനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് കൊണ്ട് ആയിരിക്കണം. അപ്പോൾ ഓഡിയൻസിനെ അറിയാന്നുള്ളതാണ് നമ്പർ 1. നോ യുവർ ഓഡിയൻസ്, ദാറ്റ് ഇസ് നമ്പർ 1. ദെൻ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓഡിയൻസിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കുട്ടികളോടാണെങ്കിൽ അങ്ങനെ, പാരൻസിനോടാണെങ്കിൽ അങ്ങനെ. ഒരു പാരന്റിങ് സെഷനിൽ എടുക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ഒരു സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമിൽ എടുക്കുക, അതായിരിക്കില്ല ഒരു കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ എടുക്കുക, അല്ലേ? അപ്പോൾ ആ എവിടെയാണോ ആരാണോ ഓഡിയൻസ് അതിനനുസരിച്ച് ഒരു സ്ട്രോങ് മെസ്സേജ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ. ഒരു സ്ട്രോങ് മെസ്സേജ്. കഴിഞ്ഞ ദിവസം ലൈലയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? പവർ തിങ്കിങ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു സ്ട്രോങ് മെസ്സേജ് ഉണ്ടായിരുന്നു, അല്ലേ? നമ്മളൊക്കെ കേട്ടിട്ടുള്ള എന്താണ്? പോസിറ്റീവ് തിങ്കിങ് ആണ്. ഈവൻ ഞാൻ പോലും പവർ തിങ്കിങ് ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു പവർ തിങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഓക്കെ 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 മാം. അപ്പോൾ പവർ തിങ്കിങ് ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ ഒരു പവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ്, ആ കൺസെപ്റ്റിലേക്ക് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ലൈലയോട് പറഞ്ഞിട്ടുണ്ട് സെഷൻ കഴിഞ്ഞപ്പോൾ, ലൈല ആ പവർ തിങ്കിങ് എന്ന് പറയുന്നതിന്റെ സെഷൻ ഉണ്ടല്ലോ, ഇറ്റ് വാസ് അമേസിങ്. കാരണം അതൊരു സ്ട്രോങ് മെസ്സേജ് ആണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പോസിറ്റീവ് തിങ്കിങ് എന്നാണ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ് പോസിറ്റീവ് ആയിരിക്കുക, പോസിറ്റീവ്, അതിൽ നിന്നും ഒരു പടി മേലേക്ക്, ആ പോസിറ്റീവിൽ നിന്നും കുറച്ചുകൂടെ മേലേക്ക് പോകാനുള്ള ഒരു പവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് ആ സെഷനിൽ കഴിഞ്ഞ ദിവസം ലൈല നമുക്ക് തന്നിട്ടുള്ളത്, അല്ലേ? അതാണ് സെക്കൻഡ് പോയിന്റ്. നമ്മൾ നല്ലൊരു മെസ്സേജ് നമ്മുടെ ഓഡിയൻസിന് ആ ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിലും അതിലൊരു മെസ്സേജ് ഉണ്ടായിരിക്കണം, അല്ലേ? പിന്നെ ആ മെസ്സേജ് കൺവേ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ചത് ട്രെയിനറുടെ പർപ്പസ് എന്താണ്, ട്രെയിനറുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത്. അവിടെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റണം, ഇൻസ്പയർ ചെയ്യാൻ പറ്റണം, അവരെ പെർസ്വേഡ് ചെയ്യാൻ പറ്റണം. അതിന് വെറുതെ പറഞ്ഞു പോയാൽ പോരാ, നമുക്കത് നല്ല രീതിയിൽ നെക്സ്റ്റ് പോയിന്റ് ആണ് ആ മെസ്സേജ്. മൂന്നാമത്തെ പോയിന്റ് ആണ് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യാൻ. നല്ല മെസ്സേജ് ഒക്കെ ഉണ്ട്, നല്ല കണ്ടന്റ് ഒക്കെയാണ്. അത് ആദ്യം പറയേണ്ടത് അവസാനവും, അവസാനം പറയേണ്ടത് ആദ്യവും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ശരിയാവോ? എല്ലാരും പോയോ? ഇവിടെ ആരും ഇല്ലേ? ഹലോ, ശരിയാവില്ല അല്ലേ? അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഒരു സെക്കൻഡേ. ഓക്കെ, നല്ല അതിനെ സ്ട്രക്ചർ ചെയ്യാന്നുള്ള ഒരു നല്ല സ്ട്രക്ചേർഡ് ആയിരിക്കും. പക്ഷെ അതിന് ഒരു കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും ഒരു കണ്ടന്റ് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണമെന്നും ആ കണ്ടന്റിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ശരിക്കും നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിലൊക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. വെറുതെ
നമ്മൾ ജസ്റ്റ് അവരൊന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ അവരോട് പറയും, നിങ്ങളൊരു ടോപ്പിക് എടുത്തിട്ട് വായോ എന്ന് പറയും. ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും എന്ന് പറയും. ആ സംസാരിക്കുമ്പോൾ അതിന് അവരുടേതായ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. പിന്നീട് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും, ആ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ, ഇങ്ങനെ തുടങ്ങണമായിരുന്നു അല്ലേ, അതിന്റെ ബിഗിനിങ്ങിൽ ഇങ്ങനെ വരണല്ലേ, അതിന്റെ മിഡിൽ ഇങ്ങനെ വരണല്ലേ, ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോഴാണല്ലേ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാവുക. അതാണ് ഒരു പബ്ലിക് സ്പീക്കർ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് സ്ട്രക്ചറിങ്. ആ സ്ട്രക്ചറിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പറഞ്ഞു തീരൂല നമ്മൾ. അതൊക്കെയാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഏതൊരു ടോപ്പിക്കും അതെടുത്തിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഷാഹിദ മാം ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, നല്ല രീതിയിൽ ആ ഒരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ ആ സെഷൻ? ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? റെറ്റോറിയൻ സ്റ്റുഡന്റിന്റെ ഉണ്ടായിരുന്നു ഇവിടെ? ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല? അഫ്സീറ മാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഷാഹിദ മാമിന്റെ സെഷൻ. പിന്നെ ആ ക്രാഫ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. പബ്ലിക് സ്പീക്കിംഗ് ഒരു കലയാണ്. കല എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേക ഷേപ്പ് ഉണ്ടാവും, ഒരു സൗന്ദര്യം ഉണ്ടാവും, ഒരു ബ്യൂട്ടി ഉണ്ടാവും അല്ലേ? നോട്ട് ചെയ്തിരുന്നു. ദാറ്റ് സ്ട്രക്ചറിങ്. ഓക്കെ, സ്ട്രക്ചേർഡ് ആയിരുന്നു. അത് അവർ ഓൾറെഡി ട്രെയിനിങ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആളായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഒന്നുകൂടെ എങ്ങനെ അത് ക്രാഫ്റ്റ് ചെയ്യണം, സ്ട്രക്ചേർഡ് ആക്കണം എന്നുള്ള ആ ഒരു ഐഡിയ, ആ ഒരു പോയിന്റ് കിട്ടുന്നത് ഇപ്പോൾ റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ വന്നപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളത് അവസരം പറയുന്നു, ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അത് നോട്ട് ചെയ്യേണ്ട സംഗതിയാണെന്ന് മാത്രമല്ല, അങ്ങനെ സ്ട്രക്ചേർഡ് ആകുമ്പോൾ മാത്രമേ, സ്ട്രക്ചേർഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ കേട്ടിരിക്കുന്നവർക്ക് അനിൽ സാറ് പറഞ്ഞ ദാറ്റ് ഇമ്പാക്റ്റിങ്ങും നമ്മൾ വീണ്ടും ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി നമ്മൾ സെഷനിലേക്കൊക്കെ അവർ വരുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വരേണ്ട മറ്റൊരു ആർട്ടാണ് ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിങ്. പലപ്പോഴും ഞാൻ ഇത് മൊത്തം പറഞ്ഞു പോയാലും ചിലപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു റെഫറൻസോ ഒരു സ്റ്റോറിയോ ഒരു എക്സാമ്പിളോ ആയിരിക്കും ആളുകളുടെ മൈൻഡിൽ പതിഞ്ഞു കിടക്കുന്നത്. അതിനിടയിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു സ്റ്റോറി ആയിരിക്കും അവർ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, അവരുടെ മൈൻഡിൽ കിടക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലേൺ ചെയ്യേണ്ട, പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കേണ്ട. നമുക്ക് ഇൻഫർമേഷൻസ് എവിടെ നിന്നും കിട്ടും. പ്രത്യേകിച്ചും ഈ ഒരു AI യുഗത്തിൽ ChatGPT ഒക്കെ ഉള്ളത് കൊണ്ട് അടിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ തിയറി പാർട്ടൊക്കെ നമുക്ക് കിട്ടും, ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അതിൽ റിലേറ്റബിൾ ആയിട്ടുള്ള റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഷിഫ്റ്റ് ഹൗ വി ക്രിയേറ്റ് ഇൻ അവർ ലൈഫ് അല്ലെ, അങ്ങനെയുള്ള റിയൽ ലൈഫ് എക്സാമ്പിൾസ് കാര്യങ്ങൾ നമ്മുടെ സ്പീക്കിങ്ങിൽ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ്, അതാണ് നാലാമത്തെ പോയിന്റ്, മാസ്റ്റർ ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിങ്. ഒരു പബ്ലിക് സ്പീക്കർ, ഒരു സെഷൻ എടുക്കുന്ന ആള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിയറി മാത്രം പറഞ്ഞ് പോവാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്, പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോറീസ് പറയാന്നുള്ളത്. കാരണം ആളുകൾ ചിലപ്പോൾ പറയുന്ന ഫാക്റ്റുകൾ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കണം എന്നൊരു നിർബന്ധമില്ല. അതേസമയം ഒരു സ്റ്റോറി പറയുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് അവരുടെ മൈൻഡിൽ പതിഞ്ഞു കിടക്കും. അങ്ങനെയല്ലേ അനിൽ സർ? മാഡം പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് സ്റ്റോറിയിലൂടെ മാത്രമേ, അതായത് അവരത് ഓർത്തിരിക്കും. അത് നമ്മൾ പറയുന്നതിന്റെ രീതി അനുസരിച്ചിരിക്കും. നമ്മൾ അതിന് NLP ഉപയോഗിച്ച് പറഞ്ഞാൽ അവർ ഒരിക്കലും മറക്കില്ല. കറക്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അതാണ്. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. NLP ഒക്കെ യൂസ് ചെയ്ത് പറയാന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പിക്ചറൈസേഷൻ ആണ്. ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ പോയിട്ട് ശബ്ദമില്ലാതെ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഇടതുഭാഗത്തെ ശബ്ദം കേട്ട് ഞാൻ പതിയെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട്, പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടിപ്പോയി ഇറുക്കി അടച്ചുകൊണ്ട് ഞാൻ പതിയെ ഒന്ന് തിരിഞ്ഞു, പതിയെ ഞാൻ കണ്ണുകളൊന്ന് തുറന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പിക്ചറൈസേഷൻ ആണ്. അത് നറേറ്റീവ്, ആ ഒരു നറേറ്റീവ്. പക്ഷെ ആ നറേറ്റീവും ഈ പറഞ്ഞ പോലെ പറയുന്ന ഒരു രീതിയുണ്ട്. അതിന്റെ ബിഗിനിങ് എന്താണ്, അതിന്റെ ക്ലൈമാക്സ് എവിടെയാണ് കിടക്കുന്നത്, അതും ഒരു ടെക്നിക്കാണ്. ഇതും
നമ്മൾ പഠിച്ചിരിക്കണം ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ. ഇപ്പൊ പറഞ്ഞല്ലോ, അനുസർ പറഞ്ഞല്ലോ, നിങ്ങൾ പറയേണ്ട രീതിയിൽ പറയണമെന്ന്. ഇഫ് യു കാൺട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് കേട്ടോ. നിങ്ങൾക്കൊരു സംഗതി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ, നമ്മളൊരു ടോപ്പിക്കുമായിട്ട് ഒരു ഓഡിയൻസിന്റെ മുന്നിൽ വന്നിട്ട് ആ ടോപ്പിക്ക് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ ടോപ്പിക്ക് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടും ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതായി പോവാറുണ്ട്. അതെന്തുകൊണ്ടാ? ഈ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഡെവലപ്പിംഗ് ദാറ്റ് സ്കിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു എന്താ പറയാ, പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഡെവലപ്പ് എ കോൺഫിഡന്റ് ബോഡി ലാംഗ്വേജ്. ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ബോഡി ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ഒരു Yes. കോൺഫിഡന്റ് ബോഡി ലാംഗ്വേജ്. കാരണം എന്താണെന്നറിയോ? യുവർ ബോഡി ലാംഗ്വേജ് സ്പീക്സ് ബിഫോർ യു ഈവൻ സേ എ സിംഗിൾ വേർഡ്. നമ്മൾ ഒരു വാക്ക് പറയുന്നതിന് മുന്നേ, നമ്മൾ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ, നമ്മൾ നാവ് കൊണ്ട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ബോഡി സംസാരിച്ച് തുടങ്ങും. നമ്മൾ നാവ് കൊണ്ട് പറയുന്നതിന് മുമ്പേ ആൽബർട്ട് മെഹ്റാബിയന്റെ ഒരു എന്താ പറയാ, ബോഡി ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ലൈല എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു സംഗതിയാണ് ബോഡി ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. നമ്മുടെ വാക്കുകളേക്കാൾ ഇമ്പോർട്ടൻസ് ബോഡി ലാംഗ്വേജിനാണ് ഉള്ളത് എന്ന്. നമ്മളൊരു സെഷൻ എടുക്കുമ്പോൾ, ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരാൾ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ആദ്യം ഇടത്തോട്ട് പോയിട്ടാണോ നിങ്ങളോട് സംസാരം തുടങ്ങുന്നത്, അല്ലെങ്കിൽ വലത്തോട്ട് പോയിട്ടാണോ, അല്ലെങ്കിൽ മേലേക്ക് പോയിട്ടാണോ? അങ്ങനെ അയാളുടെ കണ്ണുകൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഓരോ മൂവ്മെന്റിനും ഓരോ മീനിങ് ഉണ്ട്. അതല്ല അയാൾ കറക്റ്റ് നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ടാണോ സംസാരിക്കുന്നത്, അതിനൊരു മീനിങ് ഉണ്ട്. ഇല്ലേ? സംസാരിക്കുന്ന സമയത്ത് അയാളുടെ കൈകൾ ഓപ്പൺ പോസ്ചർ ആണോ? അതാണ് ഈ ബോഡി ലാംഗ്വേജ് സ്പീക്സ്. നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മളെ കുറിച്ച്, എൻ്റെ ബോഡി ലാംഗ്വേജ്, ഞാനിങ്ങനെ പോയി നിന്നാൽ തന്നെ എൻ്റെ ബോഡി ലാംഗ്വേജ് സംസാരിക്കും എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്താണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ബോഡി ലാംഗ്വേജിന്റെ ലൈല പോയോ? ലൈല ഇവിടെ എല്ലാം തോന്നുന്നു അല്ലേ? ബോഡി ലാംഗ്വേജിന്റെ ഒരു ഉസ്താദ് എന്നൊക്കെ പറയാം. അതാണ് മൈ പാർട്ണർ ലൈല. ഷീസ് നോട്ട് ഹിയർ, ലീവ് ചെയ്തു തോന്നുന്നു. ഒരു സെഷൻ ഉണ്ട്, അതിനൊരു ഉസ്താദാണ്. ഞാൻ പറയും ലൈല, നീ ഈ പറയുന്ന പോലെ എനിക്ക് പറ്റില്ല കേട്ടോ, നീ ഈ പറയുന്ന പോലെ എനിക്ക് പറ്റില്ല. കാരണം അത്രയും ദാറ്റ്സ് ഹർ ബോഡി ലാംഗ്വേജ്. അത് നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക്, ഞങ്ങളുടെ എന്താ പറയാ, നമ്മുടെ സ്റ്റുഡൻസിലേക്ക് അത് അതേപോലെ, അതിൽ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ അല്ല, എനിക്കത് കഴിയാറില്ല. അത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് ലൈലയ്ക്ക് തന്നെയാണ്. ദാറ്റ് ബോഡി ലാംഗ്വേജ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മൈക്ക് എടുത്തിട്ട്, പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ അതൊക്കെ ഓൺലൈനിലൊന്നും വന്ന് പഠിച്ചിട്ട് എന്താ കാര്യം, എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓരോ സംഗതി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് ഓൺലൈനാണ്, ഓഫ് സ്റ്റേജിൽ കയറാനുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് ഓഫ്ലൈൻ തന്നെ നമുക്ക് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇങ്ങനെയുള്ള സംഗതികൾ എവിടുന്നും നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പൊ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ഐ കോണ്ടാക്ട്, ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള നമ്മുടെ ബോഡി പോസ്ചർ എങ്ങനെയാണ്, ഷോൾഡർ ഹൈ ആണോ, അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കൈകൾ എവിടെയാണ്, ഓപ്പൺ ആണോ, ഓപ്പൺ ജെസ്റ്റേഴ്സ് ആണോ, അത് റിലാക്സ്ഡ് ജെസ്റ്റേഴ്സ് ആണോ, കൈകൾ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ കഥ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചെറിയ കുട്ടികളൊക്കെ സ്റ്റേജിലൊക്കെ ആദ്യമായിട്ട് കയറുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ആട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ. നിങ്ങൾ തന്നെ ഈ സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ആളുകളുടെ, നിങ്ങളൊക്കെ പല ഓൺലൈൻ സെഷൻസും കാണുന്നവരാണല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ദർ ബോഡി ലാംഗ്വേജ്, ദർ പോസ്ചർ.
ക്രോസിംഗ് ആംസ് ആണോ? ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. സോ അവിടെ നമ്മൾ പറയുന്ന വാക്കുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ മറന്നു പോകും. പക്ഷേ ദ ഇമ്പാക്ട് വി ആർ ക്രിയേറ്റിംഗ് വിത്ത് അവർ ബോഡി ലാംഗ്വേജ്, നമ്മൾ അവരെ എങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിച്ചത്, അത് അവർ മറക്കില്ല. മായ ഏഞ്ചലയുടെ ഒരു കോട്ട് ഉണ്ട്, പീപ്പിൾ വിൽ ഫൊർഗെറ്റ് വാട്ട് യു സെഡ് ബട്ട് ദേ വിൽ നെവർ ഫൊർഗെറ്റ് ഹൗ യു മെയ്ഡ് ദം ഫീൽ. നമ്മൾ അവരെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ വാക്കുകൾ കൊണ്ടാവാം, നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്മൈല് കൊണ്ടാവാം. സ്മൈലിംഗ് എക്സ്പേർട്ടും കൂടിയാണ് കേട്ടോ ലീല, നമ്മുടെ ട്രെയിനർ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 6ാമത്തെ പോയിന്റ്, ഞാൻ കുറെ പോയിന്റ്സ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? പോയിന്റ്സ് ഒക്കെ ഓർക്കുന്നുണ്ടോ? ലീല സൂപ്പർ എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നമ്മൾ ഓഡിയൻസിനെ അറിയണം അല്ലേ? രണ്ടാമത്തത് സ്ട്രോങ് മെസ്സേജ് ആയിരിക്കണം. മൂന്നാമത്തത് നന്നായിട്ട് സ്ട്രക്ചർ ചെയ്യണം. നാലാമത്തത് ലേൺ ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ദെൻ പിന്നെന്താണ്? അഞ്ചാമത്തെ ഇപ്പൊ പറഞ്ഞെന്തായിരുന്നു? കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ്. ദെൻ കൺട്രോൾ യുവർ വോയിസ് ആൻഡ് ടോൺ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വോയിസ് മോഡുലേഷൻ, അഞ്ചാമത്തെ ബോഡി ലാംഗ്വേജ്. ആറാമത്തത് കൺട്രോൾ യുവർ വോയിസ് ആൻഡ് ടോൺ. ടൊണാലിറ്റി എന്ന് പറയും, വോയിസ് മോഡുലേഷൻ. കാരണം ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മുടെ വോയിസ് ആണ്, ഒരു സെക്കൻഡ്, ഓക്കെ, നമ്മുടെ വോയിസ് മോഡുലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എ കോമ കിൽഡ് എ മാൻ, കേട്ടിട്ടുണ്ടായിരുന്നോ? യെസ്, ഗ്രേറ്റ്, താങ്ക് യു ആഫിഫ മാം. എ കോമ കിൽഡ് എ മാൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എന്താ പറയാ, അയാളെ റിലീസ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ പിന്നെ ഒരു കേസ് വാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ജഡ്ജി എഴുതി കൊടുത്തു. ജഡ്ജി എന്താ എഴുതി കൊടുത്തത്? ഹാങ് ഹിം നോട്ട് ലീവ് ഹിം, ഹാങ് ഹിം നോട്ട് ലീവ് ഹിം എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു കോമ വരണമായിരുന്നു. ജഡ്ജി പറഞ്ഞിട്ടേ ഉള്ളൂ, കേട്ട ആൾ എഴുതിയെടുത്തപ്പോ ഹാങ് ഹിം കഴിഞ്ഞിട്ട് കോമ ഇട്ടു, ഹാങ് ഹിം നോട്ട് ലീവ് ഹിം എന്നായി. അയാളെ കൊന്നേക്ക്, നോട്ട് ലീവ് ഹിം, വിടണ്ട. പക്ഷെ ജഡ്ജി ഉദ്ദേശിച്ചത് എന്താണ്? ഹാങ് ഹിം നോട്ട്, ആ നോട്ട് കഴിഞ്ഞിട്ടായിരുന്നു കോമ വേണ്ടത്. ഹാങ് ഹിം നോട്ട് കിൽ ഹിം. അപ്പൊ ആ ഒരു കോമ എന്ന് പറയുന്നത് ആ വാക്കുകൾ പറയുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൊണാലിറ്റി ഉണ്ടല്ലോ. ഞാൻ പറയാണ് ഹാങ് ഹിം നോട്ട് കിൽ ഹിം, സോറി ലീവ് ഹിം. അതേസമയം ഹാങ് ഹിം നോട്ട് ലീവ് ഹിം, രണ്ടിലും അർത്ഥം വ്യത്യാസമുണ്ട്. ഒന്നിൽ കൊന്നേക്ക്, അവനെ വെറുതെ വിടരുത് എന്നാണ്. ഒന്ന് അവനെ കൊല്ലണ്ട, അവനെ വിട്ടേക്ക് എന്നാണ്. അപ്പൊ കോമ കിൽഡ് എ മാൻ, ഇതാണ് നമ്മുടെ വോയിസ് മോഡുലേഷനിൽ. അതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ ഒരു ചെറിയൊരു മോഷണം നടത്തിയ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ അതെടുത്തോ എന്ന് ചോദിക്കുക. കുട്ടി ഞാൻ അതെടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഞാൻ അതെടുത്തിട്ടില്ല എന്ന് പറയും നമ്മൾ വ്യത്യാസം ഉണ്ടോ? ഞാൻ അതെടുത്തിട്ടില്ല എന്ന് പറയുന്നതും ഞാൻ അതെടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം ഉണ്ടോ? യെസ് ഓർ നോ? എന്ത് വ്യത്യാസമുള്ളത് ഫസീല മാം? ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ വോയിസ് മോഡുലേഷനില് നമ്മള് അത് ആ ചോദ്യത്തിലല്ലേ മിസ് ചോദിച്ചത്? ചോദിക്കുമ്പോ കുട്ടി ആ പറയാ ചോദ്യം നമ്മളെ ചോദ്യം സ്ട്രോങ് ആയിട്ടാണോ അതോ ഈ കുട്ടിനോട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വൃദ്ധായിട്ടാണോ ചോദിക്കണതല്ലേ? യെസ്. എന്താന്ന് വെച്ചാല് അത് എടുത്തോന്ന് ചോദിക്കുമ്പോ കുട്ടിയുടെ റിപ്ലൈ ആണ് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ, ഞാൻ എടുത്തിട്ടില്ല, വേറെ ആരോ എടുത്തത് കുട്ടി കണ്ടിട്ടുണ്ടാവും, ഞാനല്ല വേറെ ആരോ ആന്നുള്ള രീതിയിൽ. രണ്ടാമത്തത് പറയുന്നത് ഞാൻ അത് എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോ കുട്ടി അതല്ല വേറെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഈ രീതിയിൽ നമ്മുടെ വോയിസ് ടൊണാലിറ്റി
വോയിസ് മോഡുലേഷൻ, ഇതൊക്കെ എന്താണ്, വെരി പവർഫുൾ ആണ് ഇൻ പബ്ലിക് സ്പീക്കിംഗ്. നമ്മുടെ പിച്ച്, ആ ഒരു പേസ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ചില നമ്മുടെ പിന്നെ കോഴ്സിലൊക്കെ വരുന്ന ആളുകൾ ആദ്യമൊക്കെ ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു കാരണം നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് എഴുതിയിട്ടാണല്ലോ ഇത് റെക്കോർഡ് ചെയ്തൊക്കെ അയക്കുക. ആ റെക്കോർഡ് ചെയ്യുമ്പോൾ ആദ്യം എന്തായിരിക്കും അതിൽ അല്ലേ ഭയങ്കര ഒരു ന്യൂസ് പേപ്പർ ഒക്കെ റീഡിങ് പോലെ ഇങ്ങനെ, പിന്നീടാണ് നമ്മൾ അവരൊരു സ്പീക്കിംഗ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? നമുക്കൊരാളിപ്പോൾ വോയിസ് ആണെങ്കിൽ പോലും, ഒരു വോയിസ് നോട്ടാണ് കേൾക്കുന്നത് എങ്കിൽ പോലും, ഒരു റിയൽ പേഴ്സൺ നമ്മുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. എപ്പോ? ഇഫ് ദാറ്റ് വോയിസ് മോഡുലേഷൻ ഇസ് കറക്റ്റ്. ആ വോയിസ് മോഡുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ആണ്, ഇഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. പോസ് വേണ്ടടുത്ത് പോസ് വേണം, പിച്ച് കൂട്ടേണ്ടടുത്ത് കൂട്ടണം, പേസ് കൊടുക്കേണ്ടടുത്ത് പേസ് കൊടുക്കണം, പോസ് കൊടുക്കേണ്ടടുത്ത് പോസ് കൊടുക്കണം. കീ പോയിന്റ്സിനെ എംഫസൈസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറയേണ്ടടുത്ത് സ്ട്രെസ് ചെയ്ത് പറയണം. വേണ്ടേ? അത് മോണോട്ടോൺ ആയി പോകാൻ പാടുണ്ടോ ഇല്ലേ? ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വോയിസ് മോഡുലേഷനിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഫൈനലി ഒരു പോയിന്റ് പറയാനുള്ളത്, 7ാമത്തെ ഒരു പോയിന്റ്, അഫീഫ മാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ പോയിന്റ്സും ഇവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അടുത്ത പോയിന്റ് ആണ് ഹാൻഡിൽ ആൻസൈറ്റി ആൻഡ് ഫിയർ. പബ്ലിക്കിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആൻസൈറ്റി ഉണ്ടാവല്ലോ, ഒരു ഫിയർ പാർട്ട് ഉണ്ടാവല്ലോ. അതാണ് പലപ്പോഴും നമ്മൾ കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട് അല്ലേ? എനിക്കിത് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇറ്റ് ഇസ് നോർമൽ ഈവൻ ഫോർ ടോപ്പ് സ്പീക്കേഴ്സ്. അതൊരു ടോപ്പ് സ്പീക്കർ ആണെങ്കിൽ പോലും അവർക്കത് ഫീൽ ചെയ്യും. ഒരു ചെറിയൊരു സ്ട്രെസ് അത് നല്ലതാ. ഒരു ആങ്സൈറ്റി സെഷൻ എന്താകും അല്ലെ? ഈ സെഷനിൽ ഞാനിങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമോ? ഇടയ്ക്ക് എന്നോട് ഇപ്പോൾ ആ 3ാമത്തെ പോയിന്റ്, ആ 4ാമത്തെ പോയിന്റ്, ആ വേരിയേഷൻ വരുമോ? അതൊരു നോർമൽ ആണെന്നുള്ളൊരു സംഗതി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. പലപ്പോഴും ഇങ്ങനെയുള്ള കോഴ്സുകളിൽ വരാൻ മടിക്കുന്നത് പോലും ആളുകൾ ഇങ്ങനത്തെ കോഴ്സിലേക്കൊക്കെ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും. എനിക്കറിയാം, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം നന്നായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, മാം എങ്ങനെയാണല്ലേ, എങ്ങനെയാണല്ലേ, അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ലാസ്റ്റ് അവർക്ക് എനിക്കിത് പറ്റുമോ, എന്നെ കൊണ്ടത് ഇങ്ങനെ സ്റ്റേജിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഓഡിയൻസിന് മുമ്പിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ, അവർക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഒരു ഫിയർ ഫാക്ടർ. അത് ഈവൻ ഏതൊരു സ്പീക്കർ, ഞാൻ പറഞ്ഞില്ല, ഈവൻ ടോപ്പ് സ്പീക്കേഴ്സ് ഫീൽ ഇറ്റ്. അപ്പൊ അതിനെ റീഫ്രെയിം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? നമുക്ക് ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം, നമുക്ക് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം, പിന്നെ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അതിനെ നമുക്ക് എങ്ങനെ ശരിക്കും ആ ഒരു സ്ട്രെസ് ഞാനിപ്പോ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് പറയാണ്, എൻ്റെ ഈ ബാച്ചിലെ സ്റ്റുഡൻറ്റിനോട് പറയാണ്, കഴിഞ്ഞ ദിവസം ഷാഹിദ മാം എടുത്ത പോലെ വേറൊരു ദിവസം ഞാൻ വേറെ എടുത്തിട്ട് പറയാണ്, നെക്സ്റ്റ് ഇന്ന ഡേറ്റിൽ നിങ്ങളാണ് കേട്ടോ വെബിനാർ അവതരിപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, ഒരു ആങ്സൈറ്റി ഉണ്ട്, ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്. അത് നല്ലതാണ് അല്ലേ? ആ ഫിയർ ഫാക്ടർ അവരെ എനർജൈസ് ആണ് ചെയ്യിക്കുന്നത് ആക്ച്വലി. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? റീഫ്രെയിം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിനെ എങ്ങനെയാണ് ചാനലൈസ് ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്തിട്ട് നല്ലൊരു സെഷൻ എടുക്കുന്നതിലേക്ക് അതിനെ എങ്ങനെ റീഫ്രെയിം ചെയ്യാം എന്ന് നമ്മൾ അവരെ അതിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെയാണ് അവർ സെഷനുമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. അതിലൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു, ജസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു സെഷൻ എടുക്കുന്നതിന് മുന്നേ, ഇപ്പം ഞാനിവിടെ വരുന്നതിന് മുന്നേ എനിക്കൊരു ചെറിയൊരു പേടിയെന്നല്ല, ഒരു ചെറിയൊരു സ്ട്രെസ്, ഒരു ആങ്സൈറ്റി ആർക്കായാലും ഉണ്ടാകും. അപ്പം ഞാൻ കുറച്ച് ഡീപ് ബ്രീത്ത് ചെയ്തു, ഞാൻ വിഷ്വലൈസ് ചെയ്തു. അതാണ് ഒരു പോയിന്റ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഫോക്കസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കൊണ്ട് റീഫ്രെയിം ചെയ്യാമെന്നുള്ളത്. കാരണം എന്താണെന്നറിയോ,
all the great speakers were bad speakers at first. ജന്മല പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചിട്ടൊന്നുമല്ല. നമുക്കറിയാം ബറാക്ക് ഒബാമ നല്ല സ്പീക്കർ ആയിരുന്നു. അദ്ദേഹം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തതാ. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇൻബോൺ ടാലന്റ് ആയിരുന്നില്ല അത്. പക്ഷെ നന്നായിട്ട് അത് സംസാരിക്കായിരുന്നു അല്ലേ? എമേഴ്സന്റെ വാക്കുകളാണ് കേട്ടോ. ഓൾ ദ ഗ്രേറ്റ് സ്പീക്കേഴ്സ് വെയർ ബാഡ് സ്പീക്കേഴ്സ് അറ്റ് ഫസ്റ്റ്. ആരും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നത് ഇതേപോലെ. ആ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഒരു വെബിനാറൊക്കെ അറ്റൻഡ്, ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ലേ, നിങ്ങളൊന്ന് ക്യാമറ ഓൺ ചെയ്യൂ, ഒന്ന് പ്ലീസ് ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് നിൽക്കൂ. ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. ഐ വാസ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഇത് ഇന്നത് അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം, ആൻസർ അറിയാം. ഒരു വെബിനാറിൽ വന്നിരിക്കുമ്പോൾ ഇതിങ്ങനെ അല്ലേന്ന് ചോദിക്കുമ്പോൾ, ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ, ഒരു ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ, യെസ് ഐ നോ. പക്ഷേ ഐ ഡിഡന്റ് ഹാവ് ദറ്റ് കോൺഫിഡൻസ്. ഞാനിങ്ങനെ നോക്കുന്നു അൺമ്യൂട്ട് ചെയ്യാൻ, അൺമ്യൂട്ട് അല്ലെങ്കിൽ വേണ്ട തെറ്റിപ്പോ, വേണ്ട വേണ്ട വേണ്ട, മിണ്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ ബാഡ് സ്പീക്കർ ആയിരുന്നു, നല്ല സ്പീക്കർ അല്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ ഞാനെങ്ങാനും ക്യാമറ ഓൺ ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാരണം എൻ്റെ പൊസിഷനിങ് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ചെയ്യൂലായിരുന്നു. ദാറ്റ് ഷിഫ്റ്റ്, ദാറ്റ് ചേഞ്ച് വെൻ ഐ ബ്രിങ്, അത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവല് അത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ആങ്സൈറ്റി, അല്ലെ ദാറ്റ് ഫിയർ, അതൊക്കെ ഒരു സെർട്ടൻ ലെവൽ നമുക്കത് കുറയ്ക്കാനും നമുക്ക് ഗ്രേറ്റ് കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇങ്ങോട്ട് വരാനും കഴിയും. ഏത് സെഷൻ ആയാലും എവിടെയായാലും അൺമ്യൂട്ട് ചെയ്തിട്ട് യെസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ഫീഡ്ബാക്ക്, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ എന്ന് നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഫൈനലി 8ാമത്തെ പോയിന്റ് ആയിട്ട്, 7ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഹാൻഡിൽ ആങ്സൈറ്റി ആൻഡ് ഫിയർ. അത് ഏതൊരു പബ്ലിക് സ്പീക്കറും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. ഇനി ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, പ്രാക്ടീസ് ആൻഡ് ഗെറ്റ് ഫീഡ്ബാക്ക്. 2 പോയിന്റ്സ് ആണ്. നമ്പർ 1, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ദെൻ ഗെറ്റ് ഫീഡ്ബാക്ക്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അത് ആ വേർഡ്സ് അങ്ങനെ തന്നെയാണോ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഫ്രാൻസിസ് ബേക്കന്റെ കുറെ കോട്ട്സ് ഉണ്ട്. ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വർക്കിൽ പറയുന്നുണ്ട്. റീഡിങ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നുണ്ട്. പ്രാക്ടീസ് മേക്സ്, അങ്ങനെ കുറെ സംഗതികൾ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ ഇങ്ങനെ പോയി, ബിക്കോസ് ഐ വാസ് റികളക്റ്റിംഗ്. അതിനൊരു മീനിങ് ഉണ്ട്. അപ്പോൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ആർ യു അഗ്രി? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഡു യു അഗ്രി? യെസ് ഓർ നോ? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഡു യു അഗ്രി? പക്ഷേ ഞാൻ അതിനോട് കംപ്ലീറ്റ്ലി യോജിക്കുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് ഒരു വാക്കുകൂടെ എഴുതി ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് വേണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഡ്രൈവിംഗ് അറിയാലോ, ഡ്രൈവിംഗ് ചെയ്യുന്നവരാണല്ലോ. നിങ്ങളിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് റോഡിന്റെ, അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ റൈറ്റിലേക്കാണ്, അത് കെയർ ചെയ്യാതെ റൈറ്റിലേക്കാണ് വണ്ടി ഓടിച്ച് പഠിക്കുന്നത് എങ്കിൽ എന്താ ഉണ്ടാവുക? അയാൾക്ക് പിന്നെ ആ ഡ്രൈവിങ് കുറെ കാലത്തേക്ക്, പിന്നീട് അത് ആള് എഫേർട്ട് എടുത്തിട്ട് വേണ്ട, ആരെങ്കിലും പിന്നെ വഴക്കൊക്കെ കേട്ടിട്ട് വേണ്ടി വരും അത് തിരിച്ചാക്കി എടുക്കാൻ, അല്ലേ? എൻ്റെ ഉപ്പ എപ്പോഴും പറയും, ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്താലും എൻ്റെ ഉപ്പാന്റെ കൂടെ പോകുമ്പോൾ, ഉപ്പാന്റെ ലെഫ്റ്റിലെത്തി പോകുമ്പോൾ ഒരു പ്രത്യേക കെയർ വേണം, ഒരു പ്രത്യേക ഒരു ശ്രദ്ധ വേണം. കാരണം ഡ്രൈവിംഗിൽ എന്ത് മൈന്യൂട്ട് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉപ്പ പറയും, ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തോണ്ടാണ്, ഇത് ആ സമയത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടാണ്.
അപ്പോൾ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ഡ്രൈവിംഗിൽ ഒരു എക്സ്പേർട്ടാണ് എൻ്റെ ഫാദർ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉപ്പയാണെങ്കിൽ ഒരു പ്രത്യേക കെയർ ആയിരിക്കും. കാരണം ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറയും. അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ ബിഗിനിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയതുകൊണ്ടാണ്. അതാ പറയുന്നത്, പ്രാക്ടീസ് മാത്രം പോരാ, പെർഫെക്റ്റ് പ്രാക്ടീസ് ആയിരിക്കണം. നമ്മൾ തെറ്റായ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് തന്നെ ആയിരിക്കും. പബ്ലിക് സ്പീക്കിങ്ങിലും അങ്ങനെ തന്നെയാണ്. പബ്ലിക് സ്പീക്കിങ്ങിൽ ഹാൻഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാതെ ഹാൻഡ്സ് ഇങ്ങനെ പിടിച്ച് മാത്രം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ത്രൂ ഔട്ട് അയാളുടെ ഓട്ടോമാറ്റിക്കലി ഈ കൈ ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെ, പബ്ലിക് സ്പീക്കിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ട്രെയിനേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സംസാരിക്കുമ്പോൾ ചിലരുടെ ഇങ്ങനെ ഇരുന്നിട്ടൊരു ചാരിയൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. അതേപോലെ എന്താ പറയാ, ചിലപ്പോൾ ഒരു മുന്നോട്ടും പിന്നോട്ടും ഒരു ആട്ടം, ഇങ്ങനെ ഒരു അറിയാതെ വരുന്നതാണ്, അവരറിയാണ്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഓൺ ദ സ്റ്റേജിലാണെങ്കിൽ പോലും, ഇപ്പൊ കംപ്ലീറ്റ്ലി ഇപ്പൊ പറയാനുള്ള ഒരു വേദിയല്ല നമുക്കിത്. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്, ആ പ്രാക്ടീസാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കോഴ്സിലൊക്കെ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നതും. അതിന് കറക്റ്റ് ഫീഡ്ബാക്കും കൂടെ കിട്ടുമ്പോഴാണ്. ഞാൻ പിന്നെ ചിലപ്പോ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സിന്റെ റെക്കോർഡിങ്സ് ഒക്കെ നമ്മളിങ്ങനെ മെയിൽ ID അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുക്കുക. അതേസമയം പബ്ലിക് സ്പീക്കിങ്ങിൻ്റെത് അങ്ങനെ അല്ലാതെ കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ ലൈലയോട് ഞാൻ ചോദിക്കും, ലൈല ഇതിപ്പോ നമ്മളിങ്ങനെ റെക്കോർഡൊന്നും ഇങ്ങനെ കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്തൊക്കെ പോയാലോ? ലൈല പറയും, ഒരു കാര്യവുമില്ല റസീന, ഒരു കാര്യവുമില്ല. കാരണം എന്താ? ഓരോരുത്തരുടെയും വേ ഓഫ് സ്പീക്കിംഗ് ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്ക് കിട്ടേണ്ട ഫീഡ്ബാക്കും ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് വേറൊരാൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരാളൊരു ടാസ്ക് ചെയ്ത് നമുക്ക് അയച്ചു തരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക് അവർക്ക് മാത്രമുള്ളതാണ്. അല്ല, അത് മറ്റുള്ളവർക്ക് പഠിക്കാൻ ഉണ്ടാവും അതിൽ, എന്നാലും അവർക്ക് മാത്രമായിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ടാവും. ആ പെർഫെക്റ്റ് ഫീഡ്ബാക്ക്, കറക്റ്റ് ഫീഡ്ബാക്ക്, ഇംപ്രൂവ്മെന്റ് ഏരിയാസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അവർ നെക്സ്റ്റ് ടാസ്കുമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടാണ് ഒരു വെബിനാർ ഒക്കെ എടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻ ഒക്കെ എടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ട്രെയിനീസ് വരുന്നത്. അപ്പം അതാണ് അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? കറക്റ്റ് പ്രാക്ടീസ് ആയിരിക്കണം, കറക്റ്റ് ഫീഡ്ബാക്ക് ആയിരിക്കണം. ആ ഒരു പ്രാക്ടീസ് ഇല്ലാതെയോ ഫീഡ്ബാക്ക് ഇല്ലാതെയോ അവിടെ പലതവണ, നമുക്ക് തന്നെ അറിയാലോ, ഒരു സിനിമയുടെ ഷൂട്ട് ഒരു ടേക്ക് എടുക്കണമെങ്കിൽ എത്ര ടേക്ക് എടുത്തിട്ടായിരിക്കും ഇത് റിസെറ്റ് ആവുന്നത്. അതേപോലെയാണ് റിഹേഴ്സ് മൾട്ടിപ്പിൾ ടൈംസ്. പക്ഷെ മൾട്ടിപ്പിൾ ടൈംസ് റിഹേഴ്സ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമല്ല, റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ കാര്യമല്ല. കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടണം. എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊരു കറക്റ്റ് മെന്ററിന്റെ അടുത്ത് തന്നെ, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനറുടെ അടുത്ത് തന്നെ വാങ്ങിയിട്ട് വേണം നമുക്കത് അതിലേക്ക് എത്താൻ. ഫൈനൽ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു അഡീഷണൽ ടിപ്പും കൂടെ പറയാണ്, നമ്മുടെ ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്ത് ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനും കൂടെ പറ്റും. ഇത്രയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ ഈ ഒരു സിംഗിൾ സെഷൻ ഒരു 1 hourന്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോ ഇങ്ങനെയാണെങ്കിൽ ഈ സ്കില്ല് പഠിച്ചെടുക്കാൻ പറ്റും, ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നവരുണ്ടോ അവിടെ? ഇതെനിക്കും പറ്റുന്നതാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് നമുക്കൊന്നും നടക്കൂലപ്പാ, നടക്കൂല, അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് യു ഫീൽ? അഫ്സീറ മാം പറ്റുന്നു തോന്നുന്നുണ്ട് അല്ലേ? അഫ്സീറ മാമിന് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് പ്രാക്ടീസ് ആയിരിക്കണം കേട്ടോ. കറക്റ്റ് ഫീഡ്ബാക്കോട് കൂടിയിട്ടുള്ള യെസ് ഐ ക്യാൻ. ഇൻട്രസ്റ്റിംഗ് ആണോ അഫ്സീറ മാം? അതേപോലെ തന്നെ അഫീഫ മാം, നിങ്ങൾ ആരെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണോ ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അസ്മ VP,
പഠിക്കാൻ ആഗ്രഹമുള്ളവരെ, ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉള്ളവരെ, നിങ്ങളുടെ പവർ തിങ്കിങ് ഒന്ന്, ഞാൻ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിൽ ലൈല ഇട്ടിട്ടുണ്ട് പവർ തിങ്കിങ്. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പഠിക്കാൻ കഴിയും, ഇതൊക്കെ പോസിറ്റീവ് തോട്ടാ, പോസിറ്റീവ് തിങ്കിങ്ങാ. അതിൽ നിന്ന് ഒരു പടി കൂടെ ഉയർന്ന് ഒന്ന് പവർ തിങ്കിങ്ങിലേക്ക്, ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്, ടു ടേക്ക് ദാറ്റ് ആക്ഷൻ, അതിലേക്കുള്ള ചെറിയൊരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാൻ മെയിനായിട്ട് നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ ആയിട്ടുള്ള ലൈല ആൻഡ് മീ, മെയിനായിട്ട് ലൈല തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഷീ ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ബോഡി ലാംഗ്വേജ് ആൻഡ് ഓൾ. അതിന്റെ എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു എക്സ്പേർട്ടൈസ് ലൈല തന്നെയാണ്. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എൻ്റെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്പർ തന്നെയാണ്, ഗ്രൂപ്പിലുള്ള അഡ്മിൻ നമ്പറിൽ കണക്ട് ചെയ്യാം. അസ്മ മാം അതേപോലെ തന്നെ ആരൊക്കെയാണോ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. യെസ്, അഫീഫ മാം പറഞ്ഞു, അഫ്സിറ മാം പറഞ്ഞു. താങ്ക് യു അഫ്സിറ മാം. ജസ്റ്റ് ഒന്ന് കണക്ട്. ഇനി വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്ന് മാത്രമല്ല, വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ അല്ലാതെയോ എന്തെങ്കിലും സംശയങ്ങൾ? നെക്സ്റ്റ് നമ്മളൊരു സെഷൻ വരുന്നുണ്ട് കേട്ടോ, നെക്സ്റ്റ് തൊട്ടടുത്ത ദിവസം തന്നെ ട്രെയിനറിന്റെ സെഷൻ. അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹം ഉള്ളവർക്കില്ലേ, മാനിഫെസ്റ്റേഷൻ എന്താണെന്നും എങ്ങനെയാ മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ ഒരു സെഷനുമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പോ താങ്ക് യു. അപ്പൊ ഒന്ന് സംശയങ്ങളൊന്നുമില്ല, ഫീഡ്ബാക്ക് കാര്യങ്ങളൊന്നുമില്ലേ? എന്നോടൊന്നും പറയാനില്ലേ? ഫീഡ്ബാക്ക് ഒന്നും ഇല്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞോട്ടെ, അനിൽ സർ പറയൂ. ക്ലാസ് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഈ റിട്ടോറിയ ക്ലബിന്റെ റെസിന മാമിന്റെ ആയതുകൊണ്ടാണ് കയറിയത്. ഓക്കെ, ഞാൻ പറയാണ്, ഞാൻ പിന്നെ ഒരു BSNJ ഒരു ലീഡർ ട്രെയിനറാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ലൈല മാമിന്റെ റെസിന മാമിന്റെ ക്ലാസ് കേട്ടപ്പം ഇപ്പോഴാണല്ലോ എനിക്കിത് കേൾക്കാൻ പറ്റിയത് എന്നുള്ള ഒരു പശ്ചാത്താപം മാത്രമേ ഉള്ളൂ. എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴിയാണ് ഇത് കിട്ടിയത്. നിങ്ങളുടെ ഒരു ശിഷ്യയുടെ ക്ലാസ് കേട്ടിട്ടാണ് നിങ്ങളിലേക്ക് വന്നത്. വണ്ടർഫുൾ. ഞാൻ പവർ ഓഫ് തിങ്കിങ് ഞാൻ യൂട്യൂബ് കേട്ടു. എന്നാ വണ്ടർഫുൾ അല്ല ലൈല മാം, റസീന മാം ഒട്ടും മോശമല്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ട്രെയിനേഴ്സ് കോഴ്സ് ചേരുക. വണ്ടർഫുൾ. നിങ്ങൾ എക്സ്പെർട്ടാണ്. അതായത് NLP എല്ലാ ട്രെയിനിങ് സ്കിൽ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് എനിക്കറിയാം. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഇവരെക്കാൾ വളരെ പ്രായക്കൂടുതലാണ്, 60. എങ്കിൽ പോലും ഇവരുടെ കാലിൽ തൊട്ട് വന്നിച്ചുകൊണ്ട് ഭയങ്കര എക്സ്പെർട്ട്. കേരളത്തിലെ 3 ലേഡി ട്രെയിനറിൽ 2 പേര് റസീനയും ലൈലയുമാണ്. ലൈല മാമാണ്, റസീന മാമാണ്, 2 പേരുമാണ്. സമ്മതിച്ചു തന്നിരുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഇറങ്ങുകയാണ്, എനിക്ക് വേറെ ക്ലാസ്സിൽ പോകണം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വേർഡ്സ്. താങ്ക് യു സർ. അപ്പോ അനിൽ സർ ഓൾറെഡി ട്രെയിനർ ആണല്ലേ? ഞാൻ നോട്ട് പക്ക പ്രൊഫഷണൽ ട്രെയിനർ, ഞാനൊരു ഫ്രീ ലാൻഡ് ട്രെയിനർ. ഓക്കെ. താങ്ക് യു സോ മച്ച്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്സോ എന്തെങ്കിലും തരാനുണ്ടോ ആർക്കെങ്കിലും? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിക്കോട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. ട്രെയിനിങ് ഉണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ലിങ്ക് എനിക്ക് അയച്ചു തരണം, ലൈല മാമിന്റെ. ഓക്കെ, തീർച്ചയായിട്ടും. സാറിന്റെ നമ്പർ എനിക്ക് തോന്നുന്നു ഞാൻ സേവ്ഡ് അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് എനിക്ക് കിട്ടിയിരുന്നു. താങ്ക് യു. ഓക്കെ, ഞാൻ ഷെയർ ചെയ്തോളാം സർ. ടൈം കൂടുതൽ വേസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയല്ല. ഞാൻ ഐ വിൽ കോൾ യു പേഴ്സണലി. താങ്ക് യു. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും എനി അതർ ക്വറീസ് ഓർ ഫീഡ്ബാക്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ടൈം ഷാർപ്പ് 9 ആണ്. ഇതും ഒരു ടൈം കീപ്പിംഗ് എന്ന് പറയുന്നതും ഒരു ട്രെയിനറുടെ, ഒരു പബ്ലിക് സ്പീക്കറുടെ ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മൾ എക്സാക്ട് ഷാർപ്പ് 8 തുടങ്ങി ഷാർപ്പ് 9 നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഫീഡ്ബാക്സോ? ഖദീജ മാം ഒന്നും പറയാനില്ലേ? ഖദീജ മാം. താങ്ക് യു മാം, താങ്ക് യു. എനിക്ക് നന്ദി തന്നെ പറയാളൂ. എനിക്ക് ഇന്ന് കയറാൻ കഴിഞ്ഞതിന് ഞാൻ നന്ദി പറയാണ്. താങ്ക് യു ഗോഡ്, താങ്ക് യു റസീന, താങ്ക് യു ലൈല മാമിനെ കണ്ടില്ല, ഞാൻ കണ്ടോളാം, വരും ഈടായിട്ട്. അതുകൊണ്ട് ഇതിൽ ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന അഫ്സീറ മാം, അതേപോലെ തന്നെ എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് പ്രകടിപ്പിച്ചിരുന്ന അഫീഫ മാം ഒക്കെ ഉണ്ടായിരുന്നു. നോട്ട്സ് ഒക്കെ കറക്റ്റ് എഴുതിയെടുത്തെ. അവർക്ക് ലീവ് ചെയ്ത് പോയോന്ന് അറിയില്ല. അഫീഫ മാം ഇവിടെ ഉണ്ട്. എനിവേ, കീപ്പ് ഇൻ ടച്ച് വിത്ത് അസ്. കണക്ട് ചെയ്തിരിക്കുക, റെറ്റോറിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഒരുപാട് നല്ല സെഷൻസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ടൈം ആൻഡ് എനർജി ഇവിടെ സ്പെൻഡ് ചെയ്തതിന് വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം.
Good night. Thank you, ma'am. Thank you so much. Thank you, ma'am.